Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. പിങ്കി ചേച്ചി, അഞ്ഞി ചേച്ചി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കിടോ. കിടേ, ഗുഡ് മോർണിംഗ്. ഷോ, തമ്പുരില്ലാഞ്ഞിട്ട് ബോറടിക്കാലേ. അതെടി, സത്യം. അവളില്ലാത്തത് നന്നായിട്ട് അറിയാനുണ്ട്. ഇനിയിപ്പോ ഒരു 4-5 ദിവസത്തെ കാര്യം കൂടി അല്ലേ ഉള്ളൂ. എടി എന്നാലും പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. പുറത്ത് പോകണമെന്നില്ലല്ലോ. ഇനി 6 ദിവസം റിസോർട്ട് തന്നെ നിൽക്കുന്നതല്ലേ ലച്ചു ചേച്ചി പറഞ്ഞത്. പുറത്തേക്കുള്ള ഔട്ടിംഗ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രല്ല ക്ലൈമറ്റ് വളരെ മോശമാണത്രേ. നല്ല മഴ ഇടിയും മിന്നലൊക്കെയാണ്. അതുകൊണ്ട് എവിടെയും പോണില്ലെന്ന്. 6 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. ഓ അതെ നന്നായി. ഞാൻ ആലോചിക്കായിരുന്നു തമ്പ്രില്ലാണ്ട് എങ്ങനെയാ പോണേന്ന്. അവളില്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹരം കാണത്തില്ലല്ലോ. അല്ല പിന്നെ അത് അത്രേ ഉള്ളൂ. തമ്പുരി വരുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പോകത്തില്ലല്ലോ. നമ്മളും അവളെ കൂടെ തന്നെ ഇവിടെ ഉണ്ടാവത്തില്ലേ. പിന്നല്ല പാവം അവളിപ്പോ നല്ല ഉറക്കത്തിലാ. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് പോയി നോക്കണം. അതുകൊണ്ടാ ഞാൻ വെറുപ്പിക്കാതിരുന്നേ. രാത്രിയാണെങ്കിൽ നേരം വൈകിട്ടില്ലേ കടന്നേ. അതാ പിന്നെ വെറുപ്പിക്കണ്ടല്ലോ നേരിച്ച് ആ ഭാഗത്തേക്ക് പോകണ്ടിരുന്നേ. എന്നാലും ഉണ്ണിമോളെ എന്നടി അല്ല നമ്മളെ ഗോതമ്പ് ബ്രോന്റെ ഗിഫ്റ്റ് പൈങ്കിളേ കീടോ. അല്ല ഗൗതമിയില്ലേ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അവള് മേടിച്ച അതേ ടൈപ്പ് ഗിഫ്റ്റാ ഞാൻ തമ്പുരിന് കൊടുത്തത്. അതാ ചോദിക്കാൻ വന്നേ. ഗൗതമിന്റെ അതേ ടൈപ്പ് ഗിഫ്റ്റ് ഞാൻ തമ്പുരിന് മേടിച്ചു കൊടുത്തില്ലേ. അത് എങ്ങനെ ഉണ്ടായിരുന്നടി? ഒന്നും പറയാനില്ല പൈങ്കിളി. എന്നാലും നിന്റെ ഫ്രണ്ട് ഗൗതമി ഇത്ര കെയറിംഗ് ആണ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലെന്നേ. അത് മാത്രല്ല നീ കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടല്ലോ അത് വേറെ ലെവല്. സത്യടി ഞാൻ വരെ അങ്ങ് ഷോക്ക് ആയി പോയിന്നേ. എന്നാലും നീ നാളെ ചോദിക്കേ നമ്മളെ ഗൗതമിയെ അതായത് തമ്പുരിന്റെയും നമ്മളൊക്കെ ഫ്രണ്ടില്ലേ അവള് എന്നാ കെയറിംഗ് അല്ലേ. യായാ ഇടുവേ എന്റെ പിങ്കി ചേച്ചി. അല്ല നീ എണീച്ചിട്ട് ചായ വല്ലതും കുടിച്ചായിരുന്നോ? ഇല്ല. അതെന്താ കിടോ ചെല്ലേ ചെന്ന് ചായ കുടിച്ചിട്ട് വാ. ഓക്കേ. അല്ല ചേച്ചിമാരെ കുടിച്ചായിരുന്നോ? ഓ ഞങ്ങളൊക്കെ കുടിച്ചതാ. നീ മാത്രം കുടിക്കാത്തത്. പോയി ചായ കുടിച്ചിട്ട് വാട്ടോ. ഓക്കേ ചേച്ചി. അവനുള്ളത് ഞാൻ മറന്നേ പോയടേ. ജസ്റ്റ് മിസ്സിന് കഴിച്ചിലായി പോയി. നല്ല ആളെ മുന്നിന്നാ പറയുന്നേ. ഇവനിപ്പഴേ നന്ദുട്ടിന്റെ ബാക്കിയാ. എടി പോടി. അവൻ അങ്ങനൊന്നും ആരോടും പറയത്തില്ലെന്നേ. അത് നീ വെറുതെ വിചാരിക്കാ. ഇവനെ അമ്മായിന്റെ സ്പൈക്കുട്ടനാ സ്പൈക്കുട്ടൻ. എല്ലാ കാര്യം എന്തായാലും അമ്മായിന്റെ അടുത്തേക്ക് എത്തിക്കുന്നേ. അതെടി ഇവന്മാരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഈ നന്ദുട്ടനും ദേ കിടുവൊക്കെ നമ്മുടെ വീട്ടിലുള്ള സ്പൈക്കുട്ടന്മാരാ. എല്ലാം വലിയവരുടെ അടുത്ത് എത്തിക്കണതേ ഇവറ്റിങ്ങളാ. അതുകൊണ്ട് സൂക്ഷിച്ചോണ്ടി മോളെ. അല്ല ഇതാരേ ഇപ്പൊ കാണാൻ തന്നെ പറ്റുന്നില്ലല്ലോ. ചേട്ടാ എന്തേ രണ്ടുപേരും നല്ല ഡിസ്കസിലാണല്ലോ. എന്തുവാ കാര്യം? അത് പിന്നെ എക്സാമിന്റെ റിസൾട്ടിനെ പറ്റി സംസാരിക്കായിരുന്നു. അതാ. അല്ല ചേട്ടൻ ചായ കുടിച്ചോ? ചായ കുടിച്ചായിരുന്നു. അല്ല നിങ്ങളോ? ഞങ്ങൾ എപ്പോഴേ കുടിച്ചേ. അല്ല ഈ ഋഷിയും ഗോതമ്പ്രോക്കെ എവിടെ? എണീച്ചപ്പോ മുതലേ അവരെ കാണാനില്ലല്ലോ. അവര് താഴത്ത് പാർക്കിലുണ്ട്. ജോഗിങ് ചെയ്യുന്ന സ്ഥലല്ലേ അവിടെ. അത് ശരി. അതെങ്ങോട്ടേക്കൊന്ന് കാണാനല്ലേ. അല്ല നിങ്ങൾ മാത്രമേ ഉള്ളോ? തമ്പുരിമോൾ എന്തേ? അവള് എണീച്ചില്ല ചേട്ടാ. നല്ല ഉറക്കത്തിലാ. ഓ അത് ശരി. ഇന്നലെ രാത്രി കഥയൊക്കെ പറഞ്ഞ് നേരം വൈകിട്ടില്ലേ കടന്നേ. അതുകൊണ്ടായിരിക്കും. പിന്നെ അല്ലാണ്ട് 2 മണി കഴിഞ്ഞേ. ബെസ്റ്റ് പൈങ്കിളി. വീണേച്ചി തമ്പുരു നിങ്ങളെ വിളിക്കുന്നുണ്ട്. എണീച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് അവളുടെ അടുത്തേക്ക് ചെല്ലേ. ഓക്കേ ചേച്ചി. അല്ല ചേച്ചി ചായ കുടിച്ചായിരുന്നോ? ആടി കുടിച്ചായിരുന്നു. എന്നാ നിങ്ങൾ ചെല്ലേ. ഓക്കേ ചേച്ചി. പൈങ്കിളി. ആടി ദേ വരുന്നേ. ഏട്ടാ. എന്ത്? നോക്ക് എങ്ങനെങ്കിലും ചേച്ചിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനപ്പെടുത്താൻ നോക്ക്. ഇങ്ങനെ തന്നെ രണ്ടുപേരും മിണ്ടാതിരുന്നാൽ എങ്ങനെ? ദേ നിന്നെ തമ്പുരുമോൾ വിളിക്കുന്നുണ്ടത്രേ. പോയി നോക്ക്. ഞാൻ പോവാ. ചേട്ടാ പൈങ്കിളി മാറേ. മണിക്കുട്ട നിക്ക്. എങ്ങോട്ടായി പോന്നേ? അത് പിന്നെ വെറുതെ പുറത്തേക്ക്. അല്ല നീ എന്തേ ഇന്നലെ കഴിക്കാഞ്ഞേ? ഞാൻ കഴിച്ചില്ലെന്നോ? അതൊക്കെ ഞാൻ കഴിച്ചായിരുന്നു. നീ കാണാഞ്ഞിട്ടായിരിക്കും. മണിക്കുട്ട കള്ളം പറയല്ലേ. നിനക്കെന്നെ അറിയാം എനിക്ക് കള്ളം പറയണത് ഒട്ടും ഇഷ്ടമില്ലെന്ന്. വിശപ്പില്ലായിരുന്നു. എന്തേ? അതെന്താ വിശപ്പില്ലാത്തേ? വിശപ്പില്ലെന്ന് പറഞ്ഞാ വിശപ്പില്ല അത്രേ ഉള്ളൂ. അതിന് റീസൺ ഒന്നുമില്ല. അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ?
അല്ല പിന്നെ ഞാൻ അങ്ങനെ സംസാരിക്കണ്ടേ? അല്ല അതും കൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഉപകാരായനെ. മണിക്കുട്ട, തെറ്റ് ചെയ്തത് നീയാ. എന്നിട്ട് നീ എന്നോട് മോന്ത കറുപ്പിച്ച് നടന്നിട്ട് എന്താ കാര്യം? ശരിക്കും മോന്ത കറുപ്പിച്ച് നടക്കേണ്ടത് ഞാനല്ലേ? ആ എന്നാ നീ മോന്ത കറുപ്പിച്ച് നടന്നോ? അങ്ങനെ നടക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലേലും ഞാൻ നിന്നോട് റൂൾസ് ഇടാൻ ഞാൻ നിന്റെ ആരാ? എന്തേ നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, ഇപ്പോ എനിക്ക് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ അറിയത്തില്ല. അല്ല നീ എന്തേ വൈകനോട് മിണ്ടാത്തേ? അതെന്തിനാ നീ അറിയുന്നേ? മാണിക്കുട്ടാ, ഇന്നലെ അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തത് ഞാനാ. എന്നാ നീ പോയി മിണ്ട്. അതെങ്ങനെ? അവക്ക് എന്നല്ലല്ലോ നിന്നെയല്ലേ വേണ്ടത്. അത് മാത്രല്ല നീ ഇപ്പോ അവളെ ബോയ്ഫ്രണ്ടാ. ഓഹോ, എന്താ ഓഹോന്ന്? നീ എന്താ ഞാൻ പറയണതൊന്നും റിയാക്ട് ചെയ്യാത്തേ? അല്ല നീ പറയണതൊക്കെ റിയാക്ട് ചെയ്യാൻ ഞാൻ നിന്റെ ആരാ? നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മണിക്കുട്ടാ കാളിക്കല്ലേ, ഞാന് സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നേ. രാവിലെ തന്നെ എന്നെ നിന്റെ വൈക വിളിച്ചായിരുന്നു. ആരാ വൈക? അത് ഇന്നലത്തോടെ അതിനൊക്കെ തീർപ്പാക്കിയല്ലോ. അല്ല നിനക്ക് അവളെ തിരിച്ചു കാണുന്നുള്ളതുകൊണ്ടാണോ അവള് വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? അതൊക്കെ പോട്ടെ, ഞാൻ പറയണ കാര്യം കേക്ക്. അവൾ എന്നെ വിളിച്ചായിരുന്നു. നീ അവളെ വിളിച്ചിട്ട് കോൾ എടുക്കണില്ലെന്നും കോൾ എടുക്കാത്ത പരവത്തിലാക്കി വെച്ചിട്ടുണ്ടെന്നും പിന്നെ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ അങ്ങനെ എല്ലാത്തിനും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ല ഇന്നലെ വരെ അവൾ വരണമെന്ന് ആഗ്രഹിച്ച നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് എന്റെ മുന്നിൽ ഷോ കാണിക്കുവാണോ? നീ എത്ര ഷോ കാണിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, അത് അത്രേ ഉള്ളൂ. ഇനി നീ വായിക്കുള്ളതാ. എനിക്ക് ആരും മുന്നിലും ഷോ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രത്യേകിച്ചും എന്നെ വേണ്ടത്രക്ക് വേണ്ടി ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ? പിന്നൊരു കാര്യം, എന്റെ ഫോണിൽ ആരെ വിളിക്കണം ആരെ മെസ്സേജ് അയക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ലാതെ അവൾ നിന്നോടൊന്ന് പരാതി പറഞ്ഞെന്ന് കരുതി എന്റെ അടുത്തേക്ക് തുള്ളിച്ചാടി വരാൻ നിൽക്കണ്ട. എന്റെ മനസ്സിലൊരാളുണ്ടെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ എനിക്കറിയാം. അല്ലാതെ എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായല്ലോ? പിന്നെ നല്ല ആത്മാർത്ഥതയാ, അതൊക്കെ ഞാനും കുറെ കണ്ടതല്ലേ. വീണേ, ഇന്നലെ ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും നീ ഇങ്ങനെ തന്നെയാ നിൽക്കണമെങ്കിൽ അങ്ങനെ തന്നെ നിന്നോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം, അവൾ അത് പറഞ്ഞ് അവൾ ഇത് പറഞ്ഞു എന്റെ അടുത്തോട്ട് വരാൻ നിൽക്കണ്ട. എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. മണിക്കുട്ട, നീ ആരെ ബോധിപ്പിക്കാനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അല്ല അങ്ങനെ നിനക്ക് അവളെ വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവളെ തിരിച്ചും കോണ്ടാക്ട് ചെയ്തേ? വീണേ, കാര്യം അറിയാതെ പറയല്ലേ. അല്ല എല്ലാം നിന്നോട് ഒപ്പിച്ചേക്കുന്ന അവള് ഈ കാര്യം നിന്നോട് പറഞ്ഞില്ലേ? ആരാദ്യം കോണ്ടാക്ട് ചെയ്തേനെ ആദ്യം അവളോട് എന്നെ പോയി ചോദിക്കേ. പിന്നെ എന്റെ ഫോണിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നിനക്കെന്നെ അറിയാലോ. വേണമെങ്കിൽ എന്റെ ഇൻസ്റ്റയിൽ കയറി നോക്ക്, ഞാൻ എന്താ ചാറ്റ് ചെയ്തേന്ന്. ഞാൻ ഒരു ചാറ്റ് പോലും ഇന്ന് അവരെ ക്ലിയർ ചാറ്റ് ചെയ്തിട്ടില്ല. എല്ലാം അതേ കണക്കിനുണ്ട്. അതുപോലെ എടുത്തു നോക്കാതെ അവള് പറഞ്ഞ പാടെ പുള്ളി ചാടി എന്റെ അടുത്തേക്ക് വന്നേക്കുവാ. പിന്നൊരു കാര്യം, എനിക്ക് മാത്രം അറിഞ്ഞാ മതി ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് ഞാൻ ജെന്യുവൻ ആണോ അല്ലയോന്ന്. അല്ലാതെ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യം എനിക്കില്ല. ഒക്കെ ചെയ്തും പോരാ എന്നോട് ചാടി കയറുന്നോ? ഓ അതെന്തെങ്കിലും ആവട്ടെ, അത് നീയായി നിന്റെ വൈകായി. ഇന്നലെ തന്നെ അവക്ക് ഞാൻ പ്രോമിസ് ചെയ്ത് കൊടുത്തല്ലോ. എന്നിട്ട് എന്ത്? ഞാൻ അവക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തതാ. ഇന്നലെ മുതല് നീ അവളത് മാത്രം. അല്ലാതെ നിങ്ങളുടെ ലൈഫില് ഇനി ഒരിക്കലും ഞാൻ ഇടപെടത്തില്ല. ഓ ആയിക്കോട്ടെ. ആയിക്കോട്ടെന്നോ? പിന്നെന്താ പറയണ്ടേ? ഓ അത് നിങ്ങളായിക്കോ, നിങ്ങൾ പാടായിക്കോ. ഞാനിപ്പോ വന്നത് അതിനൊന്നല്ല. നീ ഇന്നലെ മുതൽ കഴിച്ചില്ലല്ലോ, വന്ന് കഴിക്കേ. അല്ല ഞാൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇയാൾക്കെന്താ? ഇയാൾ എന്തിനാ എന്നോട് ഇത്ര കെയറിങ് കാണിക്കുന്നേ? ഓ ഞാനിപ്പോ കാണിക്കണതേ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മണിക്കുട്ടിന് വേണ്ടിയാ. അവനെ നോക്കേണ്ടത് എന്റെ കടമയാ. മീനേണ്ടി എന്നെ വിശ്വസിച്ചിട്ടാ അവനെ പറഞ്ഞയച്ചേക്കുന്നേ. അപ്പൊ പിന്നെ ഞാനല്ലാതെ ആര് നോക്കാനാ? വന്ന് കഴിക്കാൻ നോക്കേ. എന്നാലേ നിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മണിക്കുട്ടിനും നിന്റെ ഒരു കെയറിങ്ങും വേണ്ട കേട്ടാ. ഞാൻ പോന്ന്. തെറ്റ് ചെയ്തത് ഫുള്ളും അവനാ. എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്ന കണ്ടില്ലേ? നോക്കട്ടെ എവിടം വരെ ഇതൊക്കെ പോകുന്നു ഞാനൊന്ന് കാണട്ടെ. ഇത് വേറെ ആരെങ്കിലും ലൈഫിലാണ് ഇങ്ങനെ നടക്കണമെങ്കിൽ ആദ്യം അവനെ കോലും വരെ നിലത്തടിച്ചേനെ. ഞാനൊരു ത്യാഗമായോണ്ട് അവന്റെ ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എത്ര വലിയ ത്യാഗം ചെയ്തേ. അതുപോലും കണക്കിലെടുക്കാണ്ട് അവനോട് ചാടി കയറുന്ന കണ്ടില്ലേ? എങ്ങനെയുണ്ടോ മനുഷ്യന്മാരെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്നോട് ചാടി കയറുവാ ദുഷ്ടൻ. അല്ല ഇവരിതെവിടെ പോയി? എത്ര നേരെയൊന്ന് വരാൻ പറഞ്ഞിട്ട്? ഇനിയിപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവോ ഇല്ലയോ? ഒന്ന് മോളിൽ പോയി നോക്കിയാലോ? അല്ല ഇതിന്റെ കാന്താരിയല്ലേ ഗൗതം? ഓയ് എന്തെവിടെ? അത് ചുമ്മാ ഞാൻ ഋഷിയും കൂടെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. അല്ല നീ എന്തെയ്യാ? അത് റൂമിൽ തന്നെ ഇരുന്നിട്ട് ബോറടിക്കാ. അതാ പുറത്തേക്ക് ചുമ്മാ ഇറങ്ങിയതാ. അല്ല ഇന്നലത്തെ ഗിഫ്റ്റ് നിനക്ക് ഇഷ്ടായോ? ഓ ഒരുപാട് ഇഷ്ടായി. പക്ഷേ ഈ ഗിഫ്റ്റ്
അത് നിനക്ക് ഗിഫ്റ്റ് ഇഷ്ടായെന്ന് കേട്ടല്ലോ. അതന്നെ ധാരാളം. അതന്നെ കേട്ടതിൽ സന്തോഷം. അല്ല, നീ ചായ കുടിച്ചോ? കുടിച്ച്. നീയോ? ആ, ഞാനും കുടിച്ച്. അല്ല, ഇപ്പൊ എന്തേ അലക്സിന്റെ കൂടെ ഒന്നും കാണാനില്ലല്ലോ? നിങ്ങള് ആളെയന്മാര് തമ്മിൽ സെറ്റ് ആയപ്പോ ഫ്രണ്ടിനെ മറന്നോ? ഹേയ്, അങ്ങനൊന്നുമില്ല. ദേ ഇപ്പൊ കുറച്ചു മുന്നേ കൂടെ അവനെ കണ്ടതേ ഉള്ളൂ. ഓ, അത് ശരി. ആ, പിന്നെ അലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നേ. എന്ത്? അല്ല, ഉണ്ണിമോളെയും അലക്സിന്റെ കാര്യേ. ഉണ്ണിമോളെ അലക്സിന്റെ കാര്യോ? എന്ത് കാര്യം? അല്ല, അപ്പൊ നിനക്ക് അറിഞ്ഞൂടെ? എന്താ അറിഞ്ഞൂടെന്ന്? അതൊന്നുമില്ല. അത് ചുമ്മാ. പറ ഗൗതം, എന്താ അലക്സിന്റെയും ഉണ്ണിമോളെ എന്ത് കാര്യം? അല്ല, നിന്നോട് ഉണ്ണിമോളൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്തേ? പറഞ്ഞില്ലെന്നോ? അല്ല, എന്തുണ്ടെങ്കിലും ഇവളായിട്ട് ഷെയർ ചെയ്യുന്നതല്ലേ. അപ്പോ ഇതെന്തീ പറയാണ്ടുണ്ടാവാ? അല്ല, ഇനിയിപ്പോ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടേക്കും. ഞാനായിട്ട് വെറുതെ എന്തിനാ? ഗൗതം, എന്താ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ പറയാൻ വന്നല്ലോ, പറ. ഹേയ്, ഒന്നുമില്ലടി, ചുമ്മാ. അല്ല, പിന്നെന്താ? അല്ല, അമ്മയും വീട്ടിലുള്ളവരൊക്കെ എപ്പോഴാ വരുന്നേ? ഓ, ആര് വരുന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആവുമ്പോ എത്തുന്ന പറഞ്ഞേ. ടിക്കറ്റ് ബുക്ക് ചെയ്തതാ. പക്ഷെ നല്ല ഇടിയും മഴയും കാരണേ അവിടെ ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്രയാസാ. അതാ. അല്ല, നീ എന്താ പറഞ്ഞിട്ട് പകുതിക്കച്ച് നിർത്തി കളഞ്ഞേ? ഉണ്ണിമോളും അലക്സും തമ്മിൽ എന്താ? ഹേയ്, അത് ഒന്നുമില്ലടി. ഓ, എനിക്ക് മനസ്സിലായി. എന്ത്? നിന്റെ അലക്സിനെ എന്റെ ഉണ്ണിമോൾ ഇഷ്ടാന്ന്. അയ്യോ, അത് അല്ല, ഇവന് ശരിക്കും വേറെ പണിയൊന്നുമില്ലേ? ആദ്യം എന്റെ ചേച്ചിനെ, ഇപ്പൊ എന്റെ ഉണ്ണിമോളെ. അല്ല, ഇവന് ഇതന്നെയാണോ പണി? കാന്താരി, നീ മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ. ഇതിൽ കൂടുതൽ എന്ത് മനസ്സിലാക്കാനാ? അവനെ പറ്റിയേ എനിക്ക് ആദ്യം അറിയുന്നതാ. ആദ്യം എന്റെ ചേച്ചിന്റെ വയറ്റിൽ നടന്ന് എന്റെ മണിക്കുട്ടൻ ചേട്ടനെ ചേച്ചിനെ തെറ്റിക്കാൻ ഒരുപാട് ശ്രമിച്ച്. ഇപ്പൊ അവരില്ലെന്ന് അറിഞ്ഞപ്പോ ഉണ്ണിമോളെ ടാർഗറ്റ് ചെയ്യാ. അവനെ ഒട്ടും നാളല്ലേ. കാന്താരി, കാര്യറിയാതെ സംസാരിക്കല്ലേ. എനിക്ക് അവനെ പറ്റി പണ്ട് അറിയുന്നതാ. അവനെ പണ്ട് ഇങ്ങനെ തന്നെയാ, ഒരു മാറ്റമില്ല. എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടൊരു കാട്ടുകോഴി. ഇവനൊക്കെ ഫാമിലി ഫ്രണ്ട് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. അല്ല, ഇനിയിപ്പോ ഉണ്ണിമോളും കൂടെ സെറ്റ് ആയില്ലെങ്കിൽ അടുത്തതാരാ? ഭയങ്കരമായിരിക്കും അല്ലേ? അമ്പരോ? അത് പിന്നെ കാന്താരി, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവന്. മതി കാന്താരി, പറയാൻ വരുന്നെന്ന് കേക്ക്. അത് പിന്നെ അവനെ ചെറുപ്പം തൊട്ട് എനിക്ക് അറിയണതാ. അതുകൊണ്ടാ ഞാൻ പറയുന്നേ. അവന് അങ്ങനൊന്നല്ല. നീ അവനെ തെറ്റിദ്ധരിച്ചേക്കുവാ. പിന്നെ അത് മാത്രല്ല, ഞാൻ പറയാൻ വന്ന കാര്യം പോലും നീ ഫുള്ളും കേൾക്കാണ്ട അവനെ പറ്റി ഇല്ലാത്തവരൊന്ന് പറയുന്നേ. ഓ, അപ്പൊ സാറിന് പൊള്ളി അല്ലേ? എടേ, അത് പിന്നെ അവനെ പറ്റി ഇല്ലാത്തത് പറയുമ്പോ ഇതില് ഞാനെന്താ ഇല്ലാത്തത് പറഞ്ഞത്? ഉള്ളതന്നെയല്ലേ പറഞ്ഞേ. കാന്താരി, കാര്യം അറിയാതെ ആരും കുറ്റപ്പെടുത്തല്ലേ. ഞാൻ പറയാൻ വരുന്നേ ഒന്നെങ്കിൽ ഫുള്ളായിട്ട് കേക്ക്. അല്ലാന്നുണ്ടെങ്കിൽ കാര്യം അറിയാതെ ഇങ്ങനെ ഓരോന്നും പറയണത് നിർത്ത്. മനസ്സിലാവുന്നുണ്ട്. ചങ്കിനെ പറഞ്ഞപ്പോ അങ്ങ് പൊള്ളിയല്ലേ? അല്ലേലും ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നാണല്ലോ. ഇത് നേരെ തലകുത്തിനാവുമ്പഴേ ഇങ്ങനെ തന്നെ പ്രതികരിച്ചാ മതിയല്ലോ. ദേ മതിയാക്ക്, ആ ടോപ്പിക്കിനെ പറ്റി വിട്ടേക്ക്. ഇനി അത് സംസാരിച്ചോണ്ടിരുന്നാലേ നമ്മൾ തമ്മിൽ വഴക്കിടാനേ നേരം കാണത്തുള്ളൂ. അതൊക്കെ വിട്. നീ ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വെല്ല ഉരുളല്ലേ? ആദ്യം പറഞ്ഞതിനുള്ള മറുപടി പറ. എടി, എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ അറിയാണ്ട് അവരെ പേര് പറഞ്ഞു പോയി. അതിനാണോ ഇപ്പൊ നിന്റെ പ്രശ്നം? അറിയാണ്ടൊന്നല്ല, ആ കോഴി ഇപ്പൊ എന്റെ ഉണ്ണിമോളെ നോക്കുന്നുണ്ട്. അതന്നെയാ പറയാൻ വന്നത്. ദേ തമ്പുരു, വാക്ക് സൂക്ഷിച്ചുപയോഗിക്കേ. ഞാൻ നിന്നോട് പറഞ്ഞേ. ഓ, ചങ്കിനെ പറഞ്ഞപ്പം കൊണ്ടല്ലേ? പിന്നെ കൊള്ളാതെ ഇല്ലാത്തവരെന്ന് പറയുമ്പം ആര് കയ്യിൽ ദേഷ്യം വരത്തില്ലേ? ഒന്നെങ്കിൽ കാര്യം അറിഞ്ഞിട്ട് സംസാരിക്കണം. അല്ല നടിക്ക് പറയണ ഫുള്ളായിട്ട് കേൾക്കണം. അതിനിടയ്ക്ക് നീ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് പറയാനാ? അപ്പൊ അവനാണ് വലുത് അല്ലേ? എടി, അങ്ങനൊന്നുമില്ലടി. അത് നീ എങ്ങനെയാണ് എനിക്ക് വലുത്, അതേപോലെ തന്നെ അവന് വേണ്ടി നിന്നെയോ നിനക്ക് വേണ്ടി അവനെയോ എനിക്കൊരിക്കലും ഒഴിവാക്കാനോ താത്തി പറയാനോ പറ്റത്തില്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ രണ്ട് കണ്ണു പോലെയാ. ഓഹോ, ഞാന് കണ്ണാണ് ശരി, മറ്റേ കണ്ണ് ആലക്സും. അല്ല, ബാക്കിയുള്ളവരൊക്കെയോ? അല്ല, ചങ്കെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരാളിലെന്നൊന്നും ഒതുങ്ങാൻ പറ്റാത്ത ആളില്ലേ? അപ്പൊ ചങ്കിന്റെ കൂടെ നടക്കണ ഈ ചങ്കിനും അതേപോലെ തന്നെ എണ്ണത്തിൽ ഉൾപ്പെടുത്താൻ കുറെ പേര് കാണുമല്ലോ, കണ്ണല്ലാതെയും. അമ്പരോ, എന്തേ ഉള്ളതല്ലേ പറഞ്ഞേ? അവന്റെ കൂടെ നടത്താം. അപ്പൊ പിന്നെ അവന്റെ സ്വഭാവം വരാണ്ടിരിക്കോ? കാന്താരി, മാതാക്കി കേട്ടോ. എന്നാലും നീ എന്നെ ഇങ്ങനെ കാണുന്നെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് നീ അലക്സിന്റെ കൂടെ നടക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞതാ. അവനെ പറ്റി അറിയില്ല ശരി, നീ അങ്ങനെ പറഞ്ഞേ. പക്ഷെ എന്നെ പറ്റി അറിഞ്ഞിട്ടും നീ എന്തോ ഇങ്ങനെ എന്നെ മീൻ ചെയ്ത് പറഞ്ഞേ? അപ്പോ ഞാനാ ഇത്രയും കാലം ഇല്ലാത്ത ഒരു സങ്കല്പം വെച്ച് നടന്നത്? നിന്റെ മനസ്സില് എനിക്ക് വേണ്ടി വെറും ഇങ്ങനെ ഒരു റോളായിരുന്നല്ലേ? അത് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. അത് പിന്നെ അലക്സിന്റെ കൂടെ നടക്കുന്നോണ്ട് മതി. ഗൗതം, നിക്ക്. ഗൗതം, ആഫ്റ്റർ അലക്സിന് വേണ്ടി എന്നോട് തെറ്റി പോകുന്നുണ്ടല്ലേ?
5 minutes later. മച്ചാ വാടാ. രാവിലെ തന്നെ രണ്ടുപേരും ഒരേ ലവ് ആണല്ലോ. വന്നപ്പം രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടായിരുന്നല്ലോ. ആ ഹാപ്പിനെസ്സിൽ വന്നിരിക്കുവായിരിക്കും അല്ലേ? ഹാപ്പിനെസ്സോ പറഞ്ഞ കൂടി പോവും. എന്താ മച്ചു, ടോൺ അത്ര ശരിയല്ലല്ലോ. എന്ത് പറ്റി? ഇനി എന്ത് പറ്റാനാ? അല്ലടാ, ഈ എല്ലാ പെമ്പിള്ളേരും ഒരേപോലെ തന്നെയല്ലേ? ഭൈ മച്ചു, എന്താ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന്? അപ്പോ കാര്യമായിട്ട് എന്തോ ഉടക്കിട്ടുണ്ടല്ലേ? ഒരാവശ്യമില്ലാതെ വിട് മച്ചു, ലീവ് ഇറ്റ്. ലവിൽ ഇതൊക്കെ സ്വാഭാവികല്ലേ? അല്ല, എപ്പോഴും ഇണങ്ങിയോണ്ട് മാത്രം നിന്ന് കഴിഞ്ഞാ അതൊരു ഹരം ഉണ്ടാവത്തില്ലല്ലോ. ഇണങ്ങിയും പിണങ്ങിയൊക്കെ പോണ്ടേ? അപ്പോഴല്ലേ ഈ ലവ് സ്ട്രോങ് ആവത്തുള്ളൂ. ഈ കണക്കിന് പോവാണെങ്കിൽ നല്ല സ്ട്രോങ് ആവും. അല്ല, ഇന്നത്തെ ഫൈറ്റിങ്ങിന്റെ വിഷയം എന്താ? ഓ, ഇന്നലെ മേടിച്ച ഗിഫ്റ്റിന്റെ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവത്തില്ല അല്ലേ? ഹേയ്, ഇത് അതൊന്നല്ലടാ. വെറുതെ ഒരാവശ്യമില്ലാതെ അലക്സിന്റെ പേരും പറഞ്ഞുണ്ടായതാ. അലക്സിന്റെ പേരും പറഞ്ഞോ? അല്ല, അവനായിട്ട് എന്താ പ്രശ്നം? ആർക്കറിയടാ? ഏത് നേരത്താണോ എനിക്ക് അവരെ കാര്യം പറയാൻ തോന്നിയത്. അതാ ഇപ്പൊ ഇവിടം വരെ എത്തിയേക്കുന്നേ. വീട് മച്ചു, റെഡി ആവുന്നേ. ദേ, മച്ചുനോട് രാവിലെ തന്നെ എന്റെ ലവ് ഫോറസ്റ്റിനെ പറ്റി പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ തന്നെ ഇവിടെ ഒരു പേമാരി തന്നെ പെയ്തല്ലോ. ഇനിയിപ്പോ എന്റെ കാര്യം എന്താവോ എന്തോ. അതൊക്കെ കുറച്ച് കഴിയുമ്പോ റെഡി ആയിക്കോളും. അല്ല, നീ എന്തേ പറയാൻ വന്നേ? അല്ല, കൊറേ ദിവസമായി നീ പറയുന്നുണ്ട് നിനക്ക് ആരെ ഇഷ്ടാന്ന് സെറ്റാക്കി തരാനും പറയുന്നുണ്ട്. പക്ഷേ ആളാരെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാനിപ്പോ പറയണമെന്നുണ്ടോ? പിന്നെ നീ പറയാതെ ഞാൻ എങ്ങനെ അറിയാനാടാ? അല്ല, അപ്പോ അത്രേ ഉള്ളൂ അല്ലേ? എന്താടാ? അല്ല, അപ്പോ അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലൊരു ബോണ്ടൊക്കെ. അലക്സ് മനസ്സ് കണ്ട ആദ്യ പ്രോ മാനത്ത് കാണുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ മച്ചന്റെ കാര്യം അങ്ങനെ ഞാൻ മനസ്സ് കണ്ടത് ആളേന്റെ മാനത്ത് കണ്ടോടെ? എടാ പറയടാ. അത് ഞാൻ പറയാണ്ട് മച്ചാന് ഗസ് ചെയ്യാൻ പറ്റത്തില്ലേ? അങ്ങനെ അറിയെങ്കിൽ നിന്നോട് ചോദിക്കോ? എപ്പോഴേ നിങ്ങൾ ചേർത്ത് വെച്ചേനെ. ടച്ചടാ അളിയാ. അളിയൻ ടച്ച് ചെയ്തതേ ഇപ്പൊ എന്റെ ഹാർട്ടാ. ദേ, മതി ആളാരെന്ന് പറ. അത് പിന്നെ എന്റെ സെയിം ലെറ്ററാ. ആറോ? അപ്പോ ആറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരാ അല്ലേ? യാ, നിക് നെയിം വേറെ ഉണ്ട്. ബട്ട് എനിക്ക് ആറിൽ തുടങ്ങുന്നതാ ഇഷ്ടം. രേഷ്മ, രചന, രമ്യ. എടാ പിന്നെ ആര്? അല്ല, എന്നാ ക്ലൂതാ, അതായത് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്നാലല്ലേ കണ്ടുപിടിക്കാൻ എളുപ്പമാവോ? അത് വേണോ? പിന്നെ ഭാഷയിട്ട് കണ്ടുപിടിക്കാൻ ഞാൻ ആര്, മന്ത്രവാദിയോ? പറയടാ. എന്നാ പറയാം. പറ. ഓപ്ഷൻ എ രുദ്ര. അടുത്തത് ഓപ്ഷൻ ബി രുദ്ര. രണ്ട് നെയിമും ഒന്നല്ലട പൊട്ടാ. നിക്ക് മച്ചോ, ഇങ്ങനെ തിരക്ക് കൂട്ടില്ലേ? ഓപ്ഷൻ സിയും കൂടെ പറയട്ടെ. ഓ, അപ്പൊ സിയിലായിരിക്കും. പറ. ഓപ്ഷൻ സി രുദ്ര. എടാ പൊട്ടാ, മൂന്ന് ഒരേ പേരല്ലേ? പിന്നെ ഞാൻ എങ്ങനെ? എന്തേ, പേടി കിട്ടിയോ? അല്ല രുദ്ര, നീ നമ്മളെ കൂടെ തന്നെയുള്ള. യാ, ചൂട് മച്ചാൻ ഏകദേശം അടുത്ത് എത്താറായി. ഓ, ഈ റിസോർട്ടിൽ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കും അല്ലേ? അച്ഛാ, തണുപ്പ് ചൂടുന്നൊക്കെ വഴി തെറ്റി തണുപ്പിലോട്ടാ പോന്നേ. നല്ലോണം ഒന്നും കൂടെ തിങ്ക് ചെയ്യ്, അപ്പോ പിടി കിട്ടും. ഓ, ഇവനൊരുത്തൻ. അല്ല രുദ്ര, ഇനിയിപ്പോ ഉണ്ണിമോളായിരിക്കോ? എടാ, നീ പറഞ്ഞു വരുന്നത് നമ്മളെ ഉണ്ണിമോളെ? ഞാൻ മനസ്സ് കണ്ടപ്പോ എന്റെ അളിയനത് മാനത്ത് കണ്ടല്ലോ അളിയാ. അപ്പോ ഉണ്ണിമോളാണോ? അതെ അളിയാ. അല്ല, എങ്ങനെയുണ്ട് ഞങ്ങളെ കോമ്പോ? എന്താ അളിയാ വായടിച്ചിരിക്കുന്നേ? പറ, കേട്ടപ്പം ഷോക്കായല്ലേ? എടാ, അത് പിന്നെ ഇതറിഞ്ഞപ്പോ നിനക്കെന്നെ ദേഷ്യം വരുന്നില്ലേ? ഇതേപോലെ അവനാ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എത്രത്തോളം ദേഷ്യം വന്നിട്ടുണ്ടാവും. ആയിന ഇപ്പൊ ആ ഗോതമ്പ് എന്നോട് പിണങ്ങി പോയേക്കുന്നേ. അവൻ എന്താ വിചാരിച്ചേ? പിണങ്ങിയ ഞാൻ തിരിച്ചു പോകുന്നോ? അല്ല, അവൻ എന്റെ ആരാ? അവൻ പിണങ്ങിയാലും പിണങ്ങില്ലെങ്കിലും എനിക്ക് എന്താ? തമ്പയോ, ഇത് കുറച്ച്
എനിക്കും ഉണ്ണിമുക്കൊക്കെ അറിയാം നിനക്ക് ഗോതമ്പ് ബ്രോനെ എത്ര ഇഷ്ടമാണ്. അതേപോലെ ഗോതമ്പ് ബ്രോയ്ക്കും നീ എന്ന് പറഞ്ഞ എത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എടേ അങ്ങനൊന്നും തമ്പുരു, ഞാൻ ഉണ്ണിമോളെ നിന്നെ കാണുന്നതേ ഇന്ന് ഇന്നലെ ഇല്ല, അത് നീ മറക്കണ്ട. നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എപ്പോഴും അറിയാം. പക്ഷെ എന്താ നിങ്ങളത് വാക്കുകൊണ്ട് പുറത്ത് പറഞ്ഞില്ലെന്ന് മാത്രം. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവന് തുല്യ. അതിനിപ്പോ വാക്കുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ സ്നേഹമാവുന്നില്ലല്ലോ. അതുകൊണ്ടാ പറയുന്നേ. എന്തായാലും അലക്സ് ഇങ്ങനെ ചെയ്തത് തെറ്റാണെങ്കിൽ അതേപോലെ തന്നെ അലക്സിന്റെ കാരണം വെച്ച് നീ ഗോതമ്പ് ബ്രോനെ പറഞ്ഞത് വലിയ തെറ്റാ. എടി പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഒന്നാമത് അലക്സിനെ കണ്ണെടുത്ത് കണ്ടൂടാ, അതിലും ഉണ്ണിമോളെ നോക്കി നിറഞ്ഞിട്ടുണ്ടല്ലോ. എടി അതൊക്കെ മനസ്സിലായി, നമുക്ക് ആർക്കും അലക്സിനെ കണ്ണെടുത്ത് കണ്ടൂടെന്നുള്ള സത്യാ. പക്ഷേ അലക്സിന്റെ ഫ്രണ്ടാണ് ഗോതമ്പ് ബ്രോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നീ അലക്സിനെ പറഞ്ഞപ്പോൾ തന്നെ ഗോതമ്പ് ബ്രോനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല തമ്പുരോ. അത് ഗോതമ്പ് ബ്രോയ്ക്ക് എത്ര ഹേർട്ടായി കാണും. അത് ഞാൻ അങ്ങനെ മീൻ ചെയ്ത് പറഞ്ഞതല്ല. അത് പിന്നെ ഞാൻ അലക്സിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുമ്പോ ഈ ഗോതമ്പ് അവന് വേണ്ടി ഇങ്ങനെ മക്കാലത്ത് മേടിച്ചോണ്ടിരിക്കുമ്പോ എനിക്കങ്ങ് ദേഷ്യം വന്ന്, അതാ. അല്ലാതെ ഗോതമ്പിനെ തെറ്റായിട്ട് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്ത് തന്നെ ആണെങ്കിലും നീ എന്തിനാ ഗോതമ്പ് ബ്രോനെ വെച്ച് പറയാൻ നിന്നത്? നിനക്ക് എന്ത് പറയണെങ്കിലും അലക്സിനെ വെച്ച് പറഞ്ഞോടായിരുന്നോ? അല്ല, തെറ്റ് ചെയ്തത് അലക്സ് അല്ലേ, അപ്പോ അവനെ പറയാണ്ട് ഗോതമ്പ് ബ്രോനെ പറയണത് ഏത് വിധത്തിലെ ന്യായം? എടേ അത് അപ്പൊ നേരത്തെ ഒരു ഫ്ലോയിൽ വന്നു പോയതാ. അതിപ്പോ ഇത്ര വലിയ തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രല്ല, നീയും കൂടെ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. നീ എന്റെ ഫ്രണ്ടാ, അത് നീ മറക്കണ്ട. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വായിട്ട് അടിച്ചോണ്ടിരിക്കുന്നേ. കാരണം എന്റെ ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്താ അത് തിരുത്തേണ്ടതേ ആസ് എ ഫ്രണ്ട് എന്ന നിലയിൽ എന്റെ കടമയാ. ഷോ, നീ ഇപ്പൊ എന്താ പറഞ്ഞു വന്നേ? ഞാനിനിപ്പോ എന്താ ചെയ്യാ? വേറെന്ത് ചെയ്യാൻ? പോയി ഗോതമ്പ് ബ്രോനോട് സോറി ചോദിക്കേ. സോറി ചോദിക്കാനോ? എന്തിന്? ഞാനോ? അതൊന്നും പറ്റത്തില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അല്ല, ഞാനാണോ പറഞ്ഞേ അലക്സിനെ താങ്ങാനേ? അത് അവര് ഫ്രണ്ട്സ്. ഇപ്പൊ എങ്ങനെ നിന്നെ പറ്റി ആരെങ്കിലും എന്തിനു പറഞ്ഞാ ഞാൻ വെറുതെ വിടോ? ഞാൻ എന്തേലും കത്തിക്ക് പോകത്തില്ലേ? അതേപോലെ തന്നെ അലക്സിനെ പറ്റി പറഞ്ഞപ്പോ ഗോതമ്പ് ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കും. അത് കരുതി നീ ഇങ്ങനെയാണ് തിരിച്ചു പറയേണ്ടത്. എന്തായാലും ഈ കാര്യത്തിൽ നീ ചെയ്തത് തെറ്റാണ് ഞാൻ പറയൂ. എന്തായാലും സോറി ചോദിച്ചേ പറ്റൂ. ഇവളൊരുത്തി. അല്ല, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സോറി ചോദിക്കാൻ മാത്രം. ഇനി എന്താ ഇങ്ങനെ മേയിച്ച് നോക്കി നിൽക്കുന്നേ? ചെല്ല്, ചെന്ന് സോറി പറ. അതൊക്കെ പറയാം, കുറച്ച് സാവകാശമൊക്കെ വേണം. എത്ര വേണേലും സാവകാശം എടുത്തോ. പക്ഷേ ഇന്ന് ഉറങ്ങണ മുന്നേ നീ ഗോതമ്പ് ബ്രോനോട് സോറി പറയുന്നേ. ആടേ പൈങ്കിളി, പൈങ്കിളി. എടേ, ഇപ്പൊ വിളിച്ചത് എന്റെ ജീവനല്ലേ? അതെ അതെ, ചെല്ല്. എടേ, ഞാൻ എങ്ങനെ പോവും? കാലോണ്ട് നടന്നിട്ടേ. ഇവളെ കൊണ്ട്. എടേ, എനിക്ക് നാണം വരുവാ. ആദ്യം എന്തിനാ വിളിച്ചത് പോയി നോക്കിട്ടോ, എന്നിട്ട് നാണിക്കാൻ കേട്ടാ. നോക്ക്, നീ ഇവിടെ തന്നെ ഇരിക്കട്ടോ, ഞാൻ പോയിട്ട് എന്താന്ന് ചോദിച്ചു തരാം. പിന്നെ ചേട്ടൻ വരുവാണെങ്കിൽ സിഗ്നൽ തരണേ. ആടേ, ഞാൻ നോക്കിക്കോളാം, നീ ചെല്ലേ. അല്ല, ഇന്ന് രാത്രിന്റെ ഉള്ളിൽ സോറി ചോദിക്കാനാ പറഞ്ഞേക്കുന്നേ. ഞാന് എങ്ങനെ ചോദിക്കുന്നേ? പൈങ്കിളി. ജീം, എന്നാ ഏത് തരാൻ വേണ്ടിയാ വിളിച്ചേ? ഡയറി മിൽക്കോ? എനിക്കോ? അതെ പൈങ്കിളി, എന്നാ മേടിച്ചോ? അത് ഇപ്പൊ എന്തിനാ ഡയറി മിൽക്കൊക്കെ? എനിക്ക് വേണ്ട. ജീം കഴിച്ചോ? ഞാന് നിനക്ക് വേണ്ടി മേടിച്ചതാന്നേ. എനിക്ക് വേണ്ടിയോ? എന്നാ പിടിക്കേ. അത് പിന്നെ വേണ്ട. ജീം കഴിച്ചോ? പിടിക്ക പിങ്കി. എന്റെ ഞാൻ തന്നാ മേടിക്കൂലേ? അയ്യോ, അങ്ങനൊന്നുമില്ല. അത് പിന്നെ പിടിക്ക പിങ്കി, നിന്റെ ജീമിനാ തരുന്നേ.